ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം 4. യഹൂദായുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിൻ്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്യരുടെ കുലങ്ങൾ. ഏതാമിൻ്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ: ഇസ്രയേൽ, ഇഷ്മ, യിത്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസലോൽപോനി എന്നു പേർ. പെനുവേൽ ഗദോരിന്റെ അപ്പനും യേസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബേത്ലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശൂരിന് ഹേല, നയര എന്ന 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നയര അവന് അഹുസാം, ഹേഫർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, യത്നാൻ. കോസ് ആനൂബിനെയും സോബേബയെയും ഹാരൂബിന്റെ മകനായ അർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥമെനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത്ത് രാഫിയെയും പാസേഹയെയും ഈർനാഹാഷിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികളാകുന്നു. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായാവ്. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹത്തത്ത്, മെയോനോഥൈ ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗെ ഹരാശീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലായുടെ പുത്രന്മാർ കെനസ്. യഹലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തീര്യ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ യേഥർ, മേരദ്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിരിയാമിനെയും ശമ്മയെയും എസ്തേമോവയുടെ അപ്പനായ ഇസ്ബഹീനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗദോറിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബരിനെയും സാനോഹയുടെ അപ്പനായ യെക്കൂഥിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരദ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിഥ്യയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയീലയുടെ അപ്പനും മയഖാത്യനായ എസ്തേമോവയും തന്നെ. ഷീമോന്റെ പുത്രന്മാർ അപ്നോൻ, റിന്ന, ബെൻ ഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേശയുടെ അപ്പനായ ലതയും. ബേത്ത് അസ്ബേയിൽ ശണവടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും. യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാശൂബി ലഹേമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായീമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ശിമയോന്റെ പുത്രന്മാർ നെബുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ശൗൽ. അവന്റെ മകൻ ശല്ലൂം. അവന്റെ മകൻ മിംഷാം. അവന്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവേൽ. അവന്റെ മകൻ സക്കൂർ. അവന്റെ മകൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായകയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും യേസെമിലും തോലാദിലും ബെഥുവേലിലും ഹൊർമായിലും സിക്ലാഗിലും ബേത്ത് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേത്ത് ബിരിയിലും ശയരീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, രിമ്മോൻ, തോഖെൻ, ആശാൻ,
ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്ത വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംബ്ലേക്ക്, അമസ്യാവിന്റെ മകനായ യോശ, യോവേൽ, അസിയേലിന്റെ മകനായ സെരായാവിന്റെ മകനായ യോശിബ്യാവിന്റെ മകനായ യേഹു, എല്യോവേനായി, യയക്കോബ, യശോഹായാവ്, അസായാവ്, അദിയേൽ, യസീമിയേൽ, ബെനായാവ്, ശെമയാവിന്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിന്റെ മകനായ അല്ലോന്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുള്ളതുകൊണ്ട് അവർക്കു പകരം പാർക്കുകയും ചെയ്തു. ശിമയോന്യരായ ഇവരിൽ 500 പേർ ഇശിയുടെ പുത്രന്മാരായ പെലത്യാവ്, നെയരിയാവ്, രഫായാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു.